അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം തടഞ്ഞ് കബാലി. 7 മണി മുതൽ വാഹനങ്ങൾ തടഞ്ഞിട്ട് റോഡിന് നടുവിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാന. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ, വീണ്ടും കബാലിഡ എന്നൊക്കെ പറഞ്ഞ് ഒറ്റയാൻ നിലയുറപ്പിച്ചിരിക്കുകയാണല്ലോ. എന്താണ് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ? എന്ത് നടപടികളാണ് എടുക്കുന്നത്? ക്രിസ്റ്റിന, സ്മിത, തുടർച്ചയായി ഈ ഗതാഗതം മുടക്കുന്ന ഒരു പണിയിലേക്ക് കബാലി മാറിയിരിക്കുകയാണ്. ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കബാലി ഈ പകൽ സമയങ്ങളിൽ റോഡിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ ഈ കബാലി ഇപ്പോൾ ഈ അമ്പലപ്പാറ ഭാഗത്ത്, അതായത് അതിരപ്പള്ളിക്കും മലക്കപ്പാറയിലും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. ഈ അമ്പലപ്പാറയിലാണ് കബാലി ഇപ്പോൾ റോഡിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. രാവിലെ ലോഡ് കയറ്റിപ്പോയ ലോറികളുണ്ട് അതിരപ്പള്ളിയിൽ നിന്ന്. ആ ലോറികളാണ് ആദ്യം തടഞ്ഞത്. തൊട്ടു പിന്നാലെ ഈ മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വന്ന KSRTC ബസ് അടക്കം ഈ ആന തടഞ്ഞിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മലക്കപ്പാറയിൽ നിന്ന് ജോലിക്കും മറ്റുമായി പുറപ്പെട്ട ആളുകൾക്ക് ഇതുവരെയും ഈ ചാലക്കുടിയിലേക്കോ അതിരപ്പള്ളിയിലേക്കോ ഒന്നും തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയിൽ 7 മണി മുതൽ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒറ്റയാൻ ഈ റോഡിൽ നിന്ന് മാറിയാൽ മാത്രമേ വാഹനങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആനയിൽ അവിടെ നിന്ന് അടിയന്തരമായി തുരത്തി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ യാത്രക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. സ്മിത, ക്രിസ്റ്റീന. ശരി, സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും കബാലി രണ്ട് കൽപ്പിച്ച് നിൽക്കുന്ന പോലെയാണ് അല്ലെ? മനുഷ്യന്മാരിങ്ങനെ വണ്ടിയിൽ കയറി പോകുന്ന ആളിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സ്ഥിരമായി ഗതാഗത തടസ്സം തന്നെ ഉണ്ടാക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കളിയല്ല, അവർക്ക് കാര്യം അവിടെ ഉള്ളവർക്ക് അതൊരു സ്ഥിരം കാഴ്ചയാണ്, സ്ഥിരം അനുഭവമാണെങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കർശനമായ നടപടികൾ ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.